വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള സംരംഭകരാണ്. അപ്പോൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് IKGS ഇത് എത്രത്തോളം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സഹായകമാകും എന്ന് കരുതുന്നു? നിലവിൽ 1,00,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. മർക്കസിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും വലിയ ആക്ടിവിറ്റീസിലൊന്നാണ് മർക്കസ് നോളജ് സിറ്റി എന്നുള്ളത്. ഏകദേശം 5ഓളം സെക്ടറുകളിലായിട്ട് പഠനം പന്തലിച്ചടക്കുന്ന മർക്കസ് നോളജ് സിറ്റി എന്നുള്ള ഒരു പ്രസ്ഥാനം. അവിടെ കൾച്ചർ, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് തുടങ്ങിയ വിവിധങ്ങളായ ശാഖകളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുകയും വിദ്യാഭ്യാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള വലിയ ശക്തമായ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു സമ്മിറ്റായിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ് കേരള എന്നുള്ള ഈ ഗ്ലോബൽ സമ്മിറ്റിനെ ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മൾ നടത്തിയ 2 സമ്മിറ്റുകൾ, ഒന്ന് ഇൻ്റർനാഷണൽ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റും അതുപോലെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടത്തിയ CSR കോൺഫറൻസിൻ്റെയും ഒരു ബാക്കി പത്രം, അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ബാക്കി പത്രമായിട്ടാണ് ഇൻവെസ്റ്റ് കേരള എന്നുള്ള പ്രൊജക്റ്റ് കാണുന്നത്. CSR കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റിലും അതുപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ഏകദേശം 20+ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഹൈ MNCകളുടെ CEOസും പങ്കെടുത്ത വലിയൊരു കോൺഫറൻസ് നടന്നിരുന്നു. അന്ന് അവരൊക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൊന്നായിരുന്നു കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമെന്നത്. മർക്കസ് നോളജ് സിറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കേരള ഗവൺമെൻറ് നടത്തുന്ന ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എന്ന പ്രൊജക്റ്റിൽ പങ്കെടുക്കുന്നത്. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ 2 പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും പരിപൂർണമായ സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് കടക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റിൻ്റെ ഭാഗമായി 100+ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പങ്കെടുത്ത ചാൻസലേഴ്സും അതുപോലെ വൈസ് ചാൻസലേഴ്സും പങ്കെടുത്ത കോൺഫറൻസിൽ നിന്നും ഉയർന്നു വന്ന ഒരാശയം തന്നെയായിരുന്നു കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ അവരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളത്. ഇന്ന് കേരള ഗവൺമെൻറ്റിൽ നിന്നും സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തീർച്ചയായും അത്തരത്തിലുള്ള മർക്കസിന് ഈ 100 കണക്കിനുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും അതുപോലെ നല്ല ഹൈ ഗ്രേഡുള്ള ഫാക്കൽറ്റികളെയും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണരെയും ഇങ്ങോട്ട് എത്തിക്കാമെന്ന് കരുതുകയാണ്. ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹനീസ് സാർ പറഞ്ഞതുപോലെ ഇവിടെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് കോൺഫറൻസാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട ഹനീസ് സാർ പറഞ്ഞു. തീർച്ചയായും സ്വകാര്യ മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുമായിട്ട് ഗവൺമെൻറ് ഇനിയും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം ഗവൺമെൻറ്റിന് നടത്താൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇന്നലെ ഹനീസ് സാറിനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ സ്വകാര്യ മേഖലയും കൂടി കൂട്ടിയോജിപ്പിച്ചുമ്പോൾ അവരുടെ നെറ്റ്വർക്കിലുള്ള ആളുകളെയും അതുപോലെ NGOs, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള NGOs, ഗവൺമെൻറ്റിന് പോലും സ്വപ്നം കാണാത്തതും കടന്നു ചെല്ലാൻ കഴിയാത്ത വലിയ NGOസുകളുമായിട്ട് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ ഓർഗനൈസേഷൻസിന് ലിങ്കുണ്ട്. അപ്പോൾ ഇത്തരം പരിപാടികൾക്ക് സ്വകാര്യ മേഖലയിലുള്ള ആളുകളോട് ബന്ധപ്പെടുത്തുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എന്നുള്ളത് അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരള എന്നുള്ളത് കുറച്ചുകൂടെ വലിയൊരു വ്യാപ്തിയുള്ള ഒരു മേഖലയായി പരിണമിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും അതുപോലെ രാജീവ് മിനിസ്റ്ററിനോടും ഇന്നലെ സൂചിപ്പിക്കാൻ കഴിഞ്ഞു. വലിയൊരു ശ്ലാഘനീയമായ പ്രവർത്തനമായിട്ട് ഇതിനെ ഞങ്ങൾ വിലയിരുത്തുകയാണ്. മറ്റൊന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശോഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് കൂടെ മർക്കസ് മാറുകയാണ്. അതിന് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും പുറത്തുള്ളവർക്കും, അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു ഓൺട്രപ്രണറി ലെവലിലേക്ക് ഉയരാനും സാധിക്കുന്ന വിധത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ മറ്റൊരു പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. മന്ത്രിയെ നേരിട്ട് കാണാൻ സാധിച്ചു, വലിയ സന്തോഷമാണ്. അതേപോലെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയുടെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ പല മുക്കുമൂലകളിൽ നിന്നുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെയും ഗ്ലോബലി ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ നേരിട്ട് കാണാനും അവരുമായിട്ട് സംവദിക്കാനൊക്കെ സാധിച്ചതിൽ വളരെ എനർജറ്റിക്കാണ്. അതേപോലെ ഈ തരത്തിലാണെങ്കിൽ കേരളം പോകുന്നതെങ്കിൽ ഞങ്ങൾ അഷ്വർ ചെയ്യുന്നു, ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലക്ക് കേരളത്തിൻ്റെ ഭാവി തന്നെ ഒരു മലേഷ്യ പോലെ ദുബായ് പോലെയൊക്കെ ആയിത്തീരും. ഇന്നത്തെ റോഡ് സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ അത്തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, മറ്റ് ജനങ്ങൾ കൂടിയിട്ട് എൻ്റർപ്രണേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് വേണ്ട വഴി ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ കേരളം അതിശീഘ്രമായിട്ട് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ്. ഞങ്ങൾ ഈ ഒരുക്കുന്ന ഒരു
100 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. 600 പേർക്ക് ഡയറക്റ്റ് ജോലി കിട്ടും. അതേപോലെ 19ഓളം ഓണ്ടർപ്രൈസസിനെ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ അവർക്ക് 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങും. ഇങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് വരുമാനം ലഭിക്കുന്ന രൂപത്തിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ സിദ്ധാന്തം. അത് തീർച്ചയായിട്ടും മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് അത് ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. മർക്കസിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ എല്ലാവരുടെ ഭാഗത്തുനിന്നും വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ വിങ്ങിനോട്, ഇവരാണ് ലോകത്തിലോട്ട് ഇത് എത്തിക്കുന്നത്, അവരോടും വലിയ താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.